പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇതാണ്, റോളോൺ ആണ് കേട്ടോ അത് വരുന്നത്. ഇത് സംഭവം അത് അങ്ങനെ ഒരുപാട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും വിചാരിച്ചാണ്, പക്ഷെ വിചാരിച്ച പോലെ അത്ര സ്മെല്ലൊന്നും ഇല്ല. പിന്നെ കുട്ടിക്കൂറ പൗഡർ, വേറൊരു പൗഡർ കൂടെ ഉണ്ട്, അത് അലമാരയിലാണ് ഗീസ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വേറൊരു ഇത് ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആട്ടോ. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, കാരണം അത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഗീസ്. അപ്പം അങ്ങനെ പിന്നെന്താ, ഇത് മേക്കപ്പ് ഒന്നല്ല, ഇത് വായു ഗുളികയാണ്. മുട്ട ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഈ അയമോദക ഗുളിക കഴിക്കും, വയറിനൊരു സുഖത്തിന് വേണ്ടിയിട്ട്. പിന്നെന്താ, ഇത് ക്യൂടെക്സ് ഒക്കെ നമ്മളെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ളതായിരുന്നു. പിന്നെ ഇത് തൈറോയിഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ തൈറോയിഡ് ഇന്ന് രാവിലെ തന്നെ വെറുതെ ഇത് വിഴുങ്ങിയിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഒരു ദിവസം കഴിക്കും, ഒരു ദിവസം കഴിക്കില്ല, അങ്ങനെയാണ്. വലിയ ഗുണമൊന്നും ഇല്ലതുകൊണ്ട് ഇടയ്ക്കൊന്നും കഴിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ പിന്നിൻ്റെ ബോക്സാണ്. പിന്നുകളൊക്കെ ഞാൻ ഇട്ടേക്കും, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സാരി കൊടുക്കാൻ നോക്കുമ്പോൾ പിന്നെ തിരഞ്ഞാൽ കാണില്ല. അപ്പം എനിക്കിങ്ങനെ ഈ പരത്തിടുന്നതിനോട് ഒരു താല്പര്യമില്ല. അപ്പോൾ ഓരോ സാധനങ്ങളും ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ പിന്നുകളൊക്കെ ഈ ബോക്സിലാക്കി വെക്കും. അപ്പം അത് അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെന്താ, ഇതിൽ നമ്മുടെ അങ്ങനെ ഈ മുടിക്കുടുക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നത്, നമ്മൾ പറയുന്നത് ഹെയർ ബാൻഡ്, പിന്നെ ബണ്ണ്, ടിക് ക്ലിപ്പ്, ചെറിയ കുട്ടികളൊക്കെ കുത്തുന്ന പോലെ അങ്ങനെ രസമുണ്ട്. കണ്ണി കൂടെ വന്ന് വീണത് വേണമെങ്കിൽ ഇത് കൂടെ കുത്തണം. ഇവിടെ കുറച്ച് മുട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ അതാണ് ഗൈസ്. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അത് ഇവിടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ടീമിലുള്ള അജോനെ സൂക്ഷിക്കണോ, എന്തെങ്കിലും പറയും. എന്തെങ്കിലും എനിക്ക് മറ്റേ ചോട്ടാ മുംബൈയിലുള്ള മോഹൻലാലിന്റെ സിനിമയിലുള്ള ഒരു പെണ്ണുണ്ടല്ലോ, മുടി ഇങ്ങനെ വെച്ച് കിട്ടണം, അതേമാതിരി എന്തെങ്കിലും ഒരു പേരൊക്കെ തരും എന്റെ ഫ്രണ്ട്സ്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ മുടി അധികം ഇല്ലാത്തതുകൊണ്ട് ഈ ഐറ്റംസ് ഒന്നും അധികം വാങ്ങാറില്ല. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഭംഗിക്ക് സിനിമ നടികളെ പോലെ ഇങ്ങനെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. അതത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് നെയിൽ പോളിഷ് എണ്ണത്തിൽ കുറേ ഉണ്ട് ഗൈസ്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ബ്ലാക്ക് ഉണ്ടാവും. എന്റെ കയ്യിൽ പകുതി പോയി ഗൈസ്, ഭംഗി പോയി. നെയിൽ പോളിഷ് ഇടായിരുന്നില്ലേ, കുറച്ചുകൂടെ ഭംഗി കിട്ടിയിരുന്നു. എന്റെ കത്തിലേക്ക് അത് നോക്കാൻ തന്നെ കിട്ടില്ല, ഭംഗി പോയി. ഇത് പിന്നെ രജനീച്ചി വാങ്ങിയതാണ്. ഞങ്ങളിങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഇന്റത് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, എല്ലാവരുമാണ്. പിന്നെ ബ്ലാക്ക് പൊട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങനെ കുഞ്ഞു പൊട്ടുകളൊക്കെ അത് ഞാൻ വലിയ പൊട്ടതോടുക അമ്മച്ചി ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പൊട്ടിന്റെ വിപ്പം മാറ്റി, മുടി കട്ട് ചെയ്തു, ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റി. അപ്പൊ തന്നെ മൊത്തത്തിലൊരു മാറ്റം വന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സെബോളിനാണ് കേട്ടോ. അതായത് നമ്മളിപ്പം തണുപ്പൊക്കെ വരുമ്പോൾ ചുണ്ടൊക്കെ ലിപ്പൊക്കെ ജസ്റ്റ് പൊട്ടി പോകാറുണ്ട്. ഞാൻ കണ്ടില്ല, ഇതുവരെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളൂ, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. പേടിക്ക് ഒരു ഭംഗിക്ക്, കാരണം തണുപ്പൊക്കെ വരുമ്പോൾ അപ്പം പോകാൻ പറ്റില്ലല്ലോ. അടുത്ത ചൂടുമായി. പിന്നെ എന്താ, ഇത് ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂർ എപ്പം പോയാലും ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങും കേട്ടോ. ഇത് 2-3 വേറെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകും. ആളാരും ഞാൻ പറയുന്നില്ല, അങ്ങനെയെങ്കിൽ കുട്ടി കളിച്ചത്. അപ്പൊ ഈ ഒരു ഇതുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനൊരു ഭംഗിക്ക് വേണമെങ്കിൽ ഒരു കണ്ണാടിയൊക്കെ വെക്കും. കുറച്ചുകൂടെ അപ്പൊ അത് എന്റെ മകൻ കൊണ്ടുപോയി. അവന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. 2 വീലർ ഓടിക്കുമ്പോൾ ഞാൻ വെക്കാൻ വേണ്ടി വാങ്ങി വെക്കും. പക്ഷെ കണ്ണൻ അതെടുത്ത് കൊണ്ടുപോയി ഗൈസ്. ഇത് ഞാൻ ഭംഗിക്ക് ഇങ്ങനെ പോകുമ്പോൾ വെക്കാനാണ് കേട്ടോ ഇഷ്ടത്തിൽ. പിന്നെ ഇതെന്താന്ന് ഞാൻ പറയുന്നില്ല, ഇതെന്താന്ന് മനസ്സിലായാലും കമന്റ് ചെയ്യാം കേട്ടോ.